നമസ്കാരം വിടെക് ക്ലാസ്സസിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന സബ്ജക്റ്റിലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് വീഡിയോ ലെക്ചർ സീരീസിൻ്റെ അകത്തുള്ള തേർഡ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 കുറിച്ചാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. സോ ഇതിന് മുമ്പത്തെ ഉള്ള റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 നമ്മൾ പറഞ്ഞിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്ലോലി ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സ് വന്ന് സ്ഥാപിച്ച ആദ്യത്തെ കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫംഗ്ഷൻസിന് കുറച്ച് ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മുടെ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസിനെ വേർതിരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ആക്ട്സിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം, അതായത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 പ്രൊവിഷൻസ് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസിനെയും പൊളിറ്റിക്കൽ ഫംഗ്ഷൻസിനെയും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ട്രേഡിങ്ങിൻ്റെ വില, എവിടെ കൊണ്ടുപോകണം, എവിടെ വിൽക്കണം, ആ കാര്യങ്ങളൊക്കെ. പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ കമ്പനിയും ഇവിടെയുള്ള ഗവൺമെൻറ്റും തമ്മിലുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള രാജാക്കന്മാരും ആരായിക്കോട്ടെ, ഹൂവർ ഇൻ പവർ, അവരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? സോ കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസിനെയും പൊളിറ്റിക്കൽ ഫംഗ്ഷൻസിനെയും സെപ്പറേറ്റ് ചെയ്തത് ലോ എന്ന് പറയുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണ്. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടർ ബോർഡ് എന്നൊക്കെ പറയുന്ന പോലെയാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാം? കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസിനെ മാത്രം നോക്കാൻ പറ്റും എന്നുള്ളൊരു വ്യവസ്ഥ പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നു. എന്നിട്ട് വേറെ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു പുതിയ ബോഡീനെ ഈ ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു പുതിയ ബോഡി, ദിസ് ഇസ് എ ന്യൂ ഓർഗൻ ആൻഡ് ദിസ് ബോഡി കുഡ് ആക്ച്വലി ഫ്രം നൗ ഓൺ കൺട്രോൾ ദ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ എല്ലാ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആർക്ക് മാത്രമാണ്? ബോർഡ് ഓഫ് കൺട്രോളിന് മാത്രമാണ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റി. സോ ഓർക്കുക, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 സമയത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു കൺട്രോൾ ബോഡി എന്ന് പറയുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് മാത്രമായിരുന്നു. പക്ഷേ റെഗുലേറ്റിംഗ് ആക്ട് പറഞ്ഞത് പ്രകാരം കമ്പനിയുടെ റവന്യൂസിനെയും സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സിനെയും എല്ലാം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ബ്രിട്ടീഷ് ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും കൂടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു ബോഡീനെ കൊണ്ടുവന്നു, വിച്ച് ഇസ് കോൾഡ് ആസ് ദി ബോർഡ് ഓഫ് കൺട്രോൾ. ഈ ബോർഡ് ഓഫ് കൺട്രോൾ ആണ് ഇനി മുതൽ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദി കമ്പനിയെ നോക്കുന്നത്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് ഓഫ് ദി കമ്പനിനെ നോക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അതായത് ഒരു ഡ്യുവൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഡബിൾ ഗവൺമെൻറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ലോ എന്ന് പറയുന്നതാണ് നമ്മുടെ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. സോ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡബിൾ ഗവൺമെൻറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആക്ട് അല്ലെങ്കിൽ റെഗുലേഷൻ എന്ന് പറയുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണ്. എന്തുകൊണ്ടാണ് ഡബിൾ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓൾറെഡി ഉണ്ടായിരുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇനി മുതൽ കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസും അതുപോലെ തന്നെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ബോർഡ് ഓഫ് കൺട്രോൾ ഇനി മുതൽ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 രണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ്. ഒന്ന് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഈ ആക്ടിന് ശേഷം കമ്പനീസിൻ്റെ ടെറിട്ടറീസ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെ വന്ന് കൈവശപ്പെടുത്തിയ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു, ആ സ്ഥലങ്ങളിലെ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന പേരിട്ട് വിളിക്കാൻ തുടങ്ങി. സോ the company's territories in India for the first time were called as British possessions in India. ബ്രിട്ടീഷിൻ്റെ അധീനതയിലുള്ള സ്ഥലം എന്ന് കമ്പനി ഇനി മുതൽ ഡയറക്റ്റായിട്ട് പറയാൻ തുടങ്ങി. ഇത്രയും നാൾ അങ്ങനെ ഒരു പറച്ചിലില്ലായിരുന്നു. അവരവിടെ വന്ന് ട്രേഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രം നടക്കുന്നുള്ളായിരുന്നു. പക്ഷേ ബ്രിട്ടൻ ഇപ്പം അവരുടെ ആധിപത്യം ആക്ച്വലി കാണിച്ചു തുടങ്ങി. ദാറ്റ് ദീസ് ടെറിട്ടറീസ്, അത് കമ്പനിയുടെ ടെറിട്ടറീസ്, കമ്പനി അവിടെ കൈവശപ്പെടുത്തിയിരുന്ന ടെറിട്ടറീസിനെ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്നുള്ള പേരിൽ വിളിക്കാൻ തുടങ്ങി. രണ്ടാമത്, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ്റാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് ഗിവൺ സുപ്രീം കൺട്രോൾ ഓവർ ദ കമ്പനീസ് അഫയേഴ്സ്, അല്ലേ? കാരണം റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സിൻ്റെ അത് ഗവൺമെൻറ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈകടത്തി തുടങ്ങിയിരുന്നു. എങ്കിൽ കൂടിയും അവർ മാറി നിന്ന് കണ്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഇപ്പം എന്ത് ചെയ്തു? ഇപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ ആരുടെ കയ്യിലായി? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായി. കാരണം എന്താണ്? അവരൊരു പുതിയ ബോഡിനെ കൊണ്ടുവന്നു. ആ ബോഡിയുടെ പേരെന്തായിരുന്നു? ബോർഡ് ഓഫ് കൺട്രോൾ, അല്ലേ? ബോർഡ് ഓഫ് കൺട്രോൾ ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനാണ്. ഓക്കെ, സോ അവരുടെ കുറച്ച് ആൾക്കാരെ
പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദ കമ്പനീനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് ഓഫ് ദ കമ്പനീനെ നോക്കാൻ വേണ്ടി പുതിയൊരു ബോഡിനെ കൊണ്ടുവന്നത് മൂലം ഈ കമ്പനിയുടെ സുപ്രീം കൺട്രോൾ ആരുടെ കയ്യിലെത്തി? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലെത്തി. സോ അതും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വിച്ച് ആക്ട് ആക്ച്വലി ബ്രോട്ട് അബൌട്ട് ദ സുപ്രീം കൺട്രോൾ ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ആൻസർ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണ്. ഓക്കെ, സോ ഇതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784ന്റെ മേജർ റീസൺസ്. ഒന്ന്, പുതിയൊരു ബോഡിനെ കൊണ്ടുവന്നു, ഏത് ബോർഡ് ഓഫ് കൺട്രോൾ വിച്ച് വാസ് ടു ലുക്ക് ഇൻ ടു പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ്. മറ്റൊന്ന്, ആദ്യമായി കമ്പനി ഇവിടെ കൈവശപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളെ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് വിളിക്കാൻ തുടങ്ങിയ ആക്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കാം. We will meet in the next video.